Hi Cadets and welcome back to my channel. Cadets 2025-26 SSGയുടെ എക്സാം ഫെബ്രുവരി 23 മുതലാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ. എപ്പോഴാണ് നിങ്ങളുടെ സ്ലോട്ട് ബുക്കിംഗ് സ്റ്റാർട്ട് ആവുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ സ്ലോട്ട് ബുക്കിംഗ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. 2025-ലാണ് SSGD ഈ ഒരു ഓപ്ഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. എല്ലാ കുട്ടികളും ഈ ഒരു സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറ്റി, അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ ഷിഫ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ലഭിക്കത്തില്ല. അതുകൊണ്ട് വീഡിയോ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. എല്ലാ കുട്ടികളും ചെയ്തിരിക്കേണ്ട ഒരു ഓപ്ഷനാണ് ഈ ഒരു സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്, എപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ വരാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ, അതായത് SSGD തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സ്റ്റേജ് 2 ഉണ്ട്, ഫിസിക്കലുണ്ട്, അതിനുശേഷം മെഡിക്കലുണ്ട്, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന അപ്ഡേറ്റ്, പിന്നെ റോജ്ഗാർ മേള, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. സോ സെറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സാം ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. കുട്ടികളെ, നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23 ഫെബ്രുവരിയാണ്. വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ എപ്പോഴാണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് SSC MDSന്റെ എക്സാം ഡേറ്റിൻ്റെ അപ്ഡേറ്റ്. ഈ ഒരു എക്സാം ഡേറ്റ് അനുസരിച്ച് MDSനും ആൾറെഡി സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ സ്റ്റാർട്ട് ആയത് ജനുവരി 16 മുതലാണ്. അതേ രീതിയിൽ SSGDക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിൻ്റെ അപ്ഡേറ്റ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഈ ഒരു സ്ലോട്ട് ബുക്കിംഗ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ചാനൽ വഴി. ചാനൽ എന്ന് പറയാൻ നമ്മുടെ വാട്സപ്പ് ചാനലാകാം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യുക എല്ലാ കുട്ടികളും ഉടനെ തന്നെ. ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആകുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്നത് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഗൂഗിൾ ചാനൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ മതി. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യണം. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മൈ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ SSGDയുടെ ആപ്ലിക്കേഷൻ്റെ ഫുൾ അപ്ഡേറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പ്രിൻറ്റ്, പിന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോട്ട് ബുക്കിംഗ് ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ കുട്ടികളെ, ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായി? അതായത് ആദ്യം മൈ ആപ്ലിക്കേഷൻ, പിന്നെ നിങ്ങൾക്ക് വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. വിൻഡോ ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. സെലക്ട് സിറ്റി ആൻഡ് എക്സാം ഡേറ്റ് ആൻഡ് ഷിഫ്റ്റ്, പിന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, പിന്നെ അതുപോലെ തന്നെ പ്രിൻറ്റ്. നിങ്ങളിവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സെലക്ട് സിറ്റി, എക്സാം ഡേറ്റ് ആൻഡ് ഷിഫ്റ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എക്സാം ഡേറ്റിൻ്റെ അപ്ഡേറ്റും അതേപോലെ തന്നെ ഗെറ്റ് സ്ലോട്ട് ഡീറ്റെയിൽസും. ആദ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നൊരു ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ എടുക്കാം 23 ഫെബ്രുവരി മുതലാണ് എക്സാം സ്റ്റാർട്ട് ആകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നതും ടെൻറ്ററ്റീവ് ആണ്. എന്താണ് കുട്ടികളെ, ഇതും ഒരു ടെൻറ്ററ്റീവ് ഡേറ്റ് ആണ്. എന്നാൽ ഇതുവരെ ഒരു മാറ്റവും വരാനുള്ള ഒരു സാധ്യതയില്ല. ഈ ഡേറ്റിൽ തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്, ഇതുവരെ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച്. അപ്പോൾ 23 ഫെബ്രുവരി മുതലാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഡേറ്റ് മെൻഷൻ ചെയ്യുകയാണ്. എന്താണ് കുട്ടികളെ, 23 ഫെബ്രുവരി എന്ന്. ഇവിടെ 23 ഫെബ്രുവരി എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. മെൻഷൻ ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് ഗെറ്റ് സ്ലോട്ട് ഡീറ്റെയിൽസ്, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 3 സിറ്റിയും ചൂസ് ചെയ്യാവുന്നതാണ്. 3 സിറ്റി ഏതൊക്കെയാണ് കുട്ടികളെ നോക്കൂ, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു തരാം. നോക്ക്, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. എവിടെയാണ് ഈ ഗെറ്റ് സ്ലോട്ട് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കി നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ ആഡ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ആ ഡേറ്റിൽ സ്ലോട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത ഡേറ്റ്, അതേപോലെ തന്നെ എക്സാം സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ സിറ്റി കാണാവുന്നതാണ്. നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ കൊടുക്കുന്ന 3 സിറ്റികളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ ഡേറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് സിറ്റി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സിറ്റിയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായി? ഏതെങ്കിലും ഒരു സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ആ ഒരു സിറ്റിയിലെ ഷിഫ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു സിറ്റിയിൽ ഏത് ഷിഫ്റ്റിലാണോ നിങ്ങൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. രാവിലെ ആണോ
അതോ ഉച്ചയ്ക്ക് ശേഷമാണോ അതോ വൈകിട്ടാണോ ഏത് ഷിഫ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ലഭിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? സെലക്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഡേറ്റ് കൊടുത്ത് ഡേറ്റിന് നിങ്ങൾ ഗെറ്റ് സ്ലോട്ട് ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ദിവസം സ്ലോട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. അതായത് നോട്ട് അവൈലബിൾ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോട്ട് അവൈലബിൾ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഡേറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ് അനുസരിച്ചിട്ട് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടുന്നതായിരിക്കും. എന്തതിൻ്റെ ഐഡിയാസ് ആണ്? എക്സാമിൻ്റെ ഐഡിയാസ് കിട്ടുന്നതായിരിക്കും. ചില കുട്ടികൾ ആദ്യത്തെ 3 ഡേയ്സിൽ എക്സാം എഴുതാൻ ആഗ്രഹിക്കത്തില്ല. കാരണം എക്സാമിൻ്റെ ലെവൽ അറിയാനൊക്കെ ആ കുട്ടികൾ വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. 23rd എക്സാം സ്റ്റാർട്ട് ആയാൽ നെക്സ്റ്റ് 3 to 5 ഡേയ്സിന് ശേഷം സ്ലോട്ട് സെലക്ട് ചെയ്യുന്ന കുട്ടികളുമുണ്ട്. 28 ആൻഡ് മാർച്ച് 1 ആ ഒരു ഡേറ്റിനൊക്കെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുമുണ്ട്. അതെന്തുകൊണ്ടാണ്? 23rd എക്സാം സ്റ്റാർട്ട് ആകുമ്പോൾ ആദ്യത്തെ 3 to 4 ഡേയ്സിൽ തന്നെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ചില കുട്ടികൾക്ക്. ആ ഒരു ടെക്നിക്സും ചില കുട്ടികൾ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് ആ ഒരു ടെക്നിക്സും. അതായത് സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ 28 അല്ലെങ്കിൽ മാർച്ച് 1 അല്ലെങ്കിൽ 2 ശേഷം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുന്ന ഡേറ്റിന് സ്ലോട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നോക്കാം എന്നായിരിക്കും നിങ്ങളുടെ സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച്. കുട്ടികളെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് SSC CHSL, അതുപോലെ തന്നെ JEE, ഡൽഹി പോലീസ്, അതേപോലെ തന്നെ ഇപ്പം SSC MDSന്റെ എക്സാമിൻ്റെയാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇപ്പം സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 4 എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. അവരുടെയും ഓപ്ഷൻ വന്നത്, അതായത് എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ 4th ഫെബ്രുവരിയാണ്. സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ വന്നത് 16th ജനുവരിയിലാണ്. 16th ജനുവരി. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 25 ജനുവരി ആയിരുന്നു. 10 ഡേയ്സ് ആണ് ലഭിച്ചത്. ഈ ഒരു സ്ലോട്ട് ഓപ്ഷൻ സ്റ്റാർട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് 10 ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും. ആ 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ ചൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി എപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ എന്നാണ് എക്സാം ഡേറ്റ്, അതിൻ്റെ അറൗണ്ട്ലി 20 അല്ലെങ്കിൽ 80 ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 3rd ഫെബ്രുവരിക്കും 8th ഫെബ്രുവരിക്കും ഇടയിൽ നിങ്ങളുടെ സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. ക്ലിയർ ആയ കുട്ടികളെ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഒത്തിരി കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന പോയിന്റാണിത്. ഇനി ഈ ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒന്നുകൂടി ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ലൈവായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ 2025 അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാം. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ഇത്രയും കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഇനിയും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കോഴ്സ് ഫീസ് 2500 ആണ്. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് 150+ മോക്ക് ടെസ്റ്റും പ്ലസ് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായ? ക്ലാസ്സുകൾ ആൾറെഡി ഇപ്പോൾ ലഭിക്കും നിങ്ങൾക്ക്. അത് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കാണാം ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾ വീക്ക് ആണെങ്കിൽ. അതോടൊപ്പം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കും. പിന്നെ 150+ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ക്ലിയർ? മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. 2024-25 മോക്ക് ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 2024-25 മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിൽ ചോദിച്ച 42 ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് പരമാവധി എല്ലാവരും യൂസ് ചെയ്യുക. ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. മെഡിക്കൽ അവയർനെസ് ലഭിക്കും. ഡിവിഡ് എല്ലാ ഹെൽപ്പും ലഭിക്കും. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ആൻഡ് ഡിഫൻസ് അക്കാഡമി നിങ്ങളോടൊപ്പം കാണും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. കാരണം കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ഡിഫൻസ് കിട്ടുന്നുണ്ട് വരെയെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ പരമാവധി നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ 2 നമ്പറിൽ. ഈ 2 നമ്പർ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.